ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഇത് തിരുവല്ല സ്വദേശി സജി കോട്ടുവിരുത്തിൽ 4 നൂറ്റാണ്ടുകാലത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ തൻ്റെ നല്ല പാതിയോട് ഒരിക്കലെങ്കിലും ഒന്ന് പിണങ്ങുകയോ പരിഭവിക്കുകയോ ചെയ്യാത്ത ഒരു നല്ല ഭർത്താവ്, കുടുംബത്തിൽ ഒരു നല്ല അപ്പച്ചനും സ്നേഹസമ്പന്നനായ ഭർത്താവും സമൂഹത്തിൽ ഒരു ഉത്തമ വിശ്വാസിയുമായ സജിയെക്കുറിച്ചുള്ള ചില പ്രതികരണങ്ങൾ ഇങ്ങനെയാണ്. സെൻറ് ജോൺസ് മെത്രാപ്പോലിത്തൻ കത്തീഡ്രൽ ഇടവകയിൽ ഞാൻ വികാരിയായിട്ട് വന്നിട്ട് ഏതാണ്ട് 5 വർഷമാവുകയാണ്. ഞാൻ പലപ്പോഴും കൊട്ടുപുരത്തിൽ സജിച്ചായൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഈ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴും ഈ കുടുംബത്തിൽ നിന്ന് ഉള്ള പ്രവർത്തനങ്ങൾ ഇടവകയിൽ കാണുമ്പോഴും വിശ്വാസ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഒരു മാതൃകാ കുടുംബമായിട്ട് ഈ കുടുംബത്തെ എനിക്ക് എന്നും കാണുവാൻ സാധിക്കും. ഈ കുടുംബത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതമാണ്. അതിരാവിലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് പോവുകയും വിശുദ്ധ കുർബാനയിൽ നിന്ന് അനുഗ്രഹവും ശക്തിയും പ്രാപിച്ചുകൊണ്ട് തൻ്റെ ഭാര്യയെ ശുശ്രൂഷിക്കുവാൻ, തൻ്റെ കുടുംബത്തെ നയിക്കുവാൻ, പ്രാർത്ഥനയിൽ ജീവിക്കുവാൻ, പ്രത്യേകിച്ച് ഇടവകയിലെ ഗായക സംഘം, ഇടവകയിലെ മറ്റുള്ള ശുശ്രൂഷകൾ, ഇതെല്ലാം നടത്തുവാനായിട്ട് ശക്തി നേടിയെടുത്തത് വിശുദ്ധ കുർബാനയിലൂടെയും പ്രാർത്ഥനയിലൂടെയുമാണെന്ന് ഉള്ളതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മക്കളെ വിശ്വാസത്തിൽ വളർത്തുവാൻ, പ്രത്യേകിച്ച് വിശ്വാസത്തിൽ മാതൃകകളായിട്ട് വളർത്തുവാനായിട്ട് സജിച്ചായനും കുടുംബത്തിനും സാധിച്ചിട്ടുണ്ട്. 3 മക്കളും ഇടവകയിലെ സജീവ പ്രവർത്തകരാണ്. സജീവ പ്രവർത്തകർ മാത്രമല്ല, ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ കാര്യത്തിലും അല്ലെങ്കിൽ യുവജനങ്ങളുടെ കാര്യത്തിലും മാതൃകാപരമായി നേതൃത്വം വഹിക്കുന്നവരാണ്. ഒരു മകൾ സന്യാസിനിയായിട്ട് ബദനി സന്യാസന സമൂഹത്തിൽ സിസ്റ്ററായിട്ട് ജീവിക്കുന്നു. ഇന്ന് ഞാനിവിടെ എൻ്റെ ദേവാലയത്തിലായിരിക്കുമ്പോൾ എൻ്റെ ഈ ദേവാലയത്തോട് ചേർന്ന് നടക്കുവാൻ, ദൈവത്തിനോട് ചേർന്ന് നടക്കുവാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ അപ്പനാണ്. വളരെ പ്രത്യേകിച്ച് ഇന്ന് എൻ്റെ 25ാമത്തെ വയസ്സിലും ഞാനൊരു അൾത്താര ബാലനാണെന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു വിധമായ മടിയും ഉണ്ടായിട്ടില്ല. എനിക്ക് അഭിമാനത്തോടെ, ഏറെ സന്തോഷത്തോടു കൂടെ തന്നെയാണ് ഞാൻ പറയുന്നത്, ഞാൻ ഇന്നൊരു അൾത്താര ബാലനാണ്. അതിന് പ്രചോദനം നൽകിയത് എൻ്റെ സ്നേഹം നിറഞ്ഞ അപ്പൻ തന്നെയാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഏത് ജീവിത പ്രതിസന്ധിയിലും അൾത്താരയിലേക്ക് വന്ന് പ്രാർത്ഥിക്കുന്നതായ അപ്പനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കാലം അത്രയും ഞങ്ങളുടെ ബന്ധം തുടരാനായിട്ടുള്ള ഒരു വലിയ കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു എന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട് സജിയിൽ ഞാൻ ഒത്തിരി മാനുഷിക ഗുണങ്ങൾ കണ്ടിരുന്നു. അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ എനിക്കും മനസ്സിലാക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് സജിയുടേതായിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് എന്ത് സാഹചര്യങ്ങളിലും വളരെ മുറുകെ പിടിക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ആ പ്രിൻസിപ്പിൾസിൽ നിന്ന് ഇപ്പോഴും സജി മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഒത്തിരിയും ഒരു ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്ത് തന്നെയാണ് സജിയുടെ ജീവിതം സജി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതും. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ഫ്രണ്ട്സുമായിട്ടും സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ മറ്റ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോഴുമൊക്കെ ആ ഒരു പ്രിൻസിപ്പിൾസിൽ തന്നെ നിന്നുകൊണ്ടാണ് സജി കാര്യങ്ങൾ ചെയ്യുന്നത്.
രണ്ടാമത്തെ ഒരു കാര്യം സജിയുടെ ജീവിത രീതിയാണ്. വളരെ സിമ്പിളാണ് ആൾ. എന്നാൽ ഏത് സമയത്തും നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും സജിയുടെ കാര്യങ്ങൾ മാറ്റിവെച്ച് പോലും നമുക്ക് വേണ്ടി സഹായിക്കാൻ എത്തുന്ന ഒരാളായിട്ടാണ് ഞാൻ സജിയെ കണ്ടിട്ടുള്ളത്. അതുതന്നെയാണ് എൻ്റെ മറ്റ് ഫ്രണ്ട്സും സജിയെപ്പറ്റി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. 1992 സജി വിവാഹം കഴിക്കുന്നത്. നവീകരണ ധ്യാനം കൂടി വിശ്വാസത്തിൽ ആഴപ്പെട്ടതിനു ശേഷമാണ് വിവാഹത്തിനായി സജി ഒരുങ്ങിയത്. 1991 7 മുതൽ 11 വരെ തിരുവല്ല തോകലശ്ശേരിയിൽ ഫാദർ ജോസഫ് കുറുപ്പംപറമ്പിൽ VCയുടെ ഒരു നവീകരണ ധ്യാനം നടക്കുന്നുവെന്നുള്ള ഒരു നോട്ടീസ് കിട്ടി. അത് കടയിലെ സാഹചര്യത്തിൽ എനിക്ക് എങ്ങനെ അവിടെയൊക്കെ 5 ദിവസം പോകാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചിരിക്കുമ്പോൾ ഒരു ഞായറാഴ്ചയാണ് ഞാൻ അതിൽ പങ്കെടുത്തത്. ഞായറാഴ്ച ദിവസം അച്ഛൻ പ്രത്യേകം പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും നാൾ ആയുസ് തന്നിട്ട്, ഇത്രയും ദിവസങ്ങൾ തന്നിട്ട് ഒരു 5 ദിവസം ഈശോയ്ക്ക് ഈശോയ്ക്ക് വേണ്ടി മാറ്റി വെക്കാൻ സാധിക്കില്ലേ എന്ന് അവിടെ അച്ഛൻ ചോദിക്കുന്നത് കേട്ടു. അതെന്നെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല. 5 ദിവസം കടയിൽ നിന്ന് മാറി നിന്ന് ധ്യാനത്തിന് പോവുകയും അത് വലിയൊരു മാറ്റം എന്നിൽ ഉണ്ടാക്കുകയും ചെയ്തു. ചെറുപ്പകാലം മുതലേ ഞാൻ പള്ളിയുമായിട്ട് ചേർന്ന് നടക്കുമെങ്കിലും ശരിയായി വിശുദ്ധ കുർബാന കാണുന്നതും അർപ്പിക്കുന്നതും ഈ നവീകരണ ധ്യാനത്തിന് ശേഷമാണ്. നല്ലൊരു കുമ്പസാരം ജീവിതത്തിൽ ആദ്യമായി തന്നെ നടത്തിയത് ഈ ധ്യാനത്തിന് ശേഷമാണ്. ഈ ധ്യാനത്തിന് ശേഷം എന്നെ ഓരോ ദിവസവും ദൈവം മുന്നോട്ട് നയിക്കുന്ന അനുഭവങ്ങൾ, പലപ്പോഴും സംസാരിക്കുന്ന അനുഭവങ്ങളും ദർശനങ്ങളും ഒക്കെ ഉണ്ടായി എന്നെ നയിച്ചുകൊണ്ടിരുന്നു. 1992 മെയ് 7 എൻ്റെ വിവാഹം. ഇപ്പോൾ 25 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ പേര് റനിത സൂസൻ മാത്യു. ഓർത്തഡോക്സ് വിവാഹത്തിൽ നിന്നാണ് മലങ്കര കത്തോലിക്ക സഭയിലേക്ക് വന്നത്. വളരെ ശാരീരികമായ ഒത്തിരി എളിമയുള്ള ഒരു ആളായിരുന്നു. അങ്ങനെ വിവാഹ ജീവിതത്തിലേക്ക് ഞങ്ങൾ കടന്ന് 1993 ഞങ്ങൾക്ക് ലയ ലൈജു എന്ന 2 ഇരട്ട കുട്ടികൾ ജനിച്ചു. 1997 സജിയുടെ ഭാര്യ റെനിതയ്ക്ക് ചില രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. വീണ്ടും ഒരു കുഞ്ഞിനായുള്ള കാത്തിരിപ്പിനിടെയാണ് റെനിത അപൂർവ രോഗത്തിൻ്റെ പിടിയിലാകുന്നത്. 1997 ഡിസംബർ 27 റനിത പെട്ടെന്ന് ഒരു ദിവസം വൈകിട്ട് ഭക്ഷണം എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇടതുവശത്തേക്ക് മറിഞ്ഞു വീഴുകയും അബോധാവസ്ഥയിലാകുകയും ചെയ്തു. ഞങ്ങൾ തുടർന്ന് പുഷ്പേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 1 മണിക്കൂറിന് ശേഷം ആൾ പൂർണ്ണമായി സുഖപ്പെട്ട് തിരികെ വീട്ടിൽ എത്തുന്നതിന് സാധിച്ചു. അതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയുകയില്ലായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇടതുവശം വീക്കായി വരുന്നത് പോലെ ഇടതുവശത്തേക്ക് ഒരു ചായ്വ് ഉണ്ടാകുകയും പിന്നെ 1-2 പ്രാവശ്യം മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്തായിരുന്നു. ഞങ്ങൾ ഡോക്ടർ മധുസൂദനെ കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായിരുന്ന ഡോക്ടർ മധുസൂദനെ പോയി കണ്ടു. തുടർന്ന് ഡോക്ടർ ഗ്രേസിക്കുട്ടി ന്യൂറോളജി സ്പെഷ്യലിസ്റ്റ് പുള്ളിക്കാരത്തെയും പോയി കണ്ടു. പുള്ളിക്കാരത്തി പറഞ്ഞു ഒരു MRI എടുക്കണം. ഇതിനിടയിൽ ഡബിൾ വിഷൻ ഉണ്ടാവുകയും ചെയ്തായിരുന്നു. എല്ലാം കാണുന്നതെല്ലാം 2ആയിട്ട് കാണുക. പെട്ടെന്ന് MRI എടുക്കുവാനായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി. അപ്പോൾ രോഗം സ്ഥിരീകരിച്ചു, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ആണ്. തുടർന്ന് ശ്രീചിത്രയിലേക്ക് ഞങ്ങളെ റെഫർ ചെയ്തു. ഡോക്ടേഴ്സ് പറഞ്ഞു ഈ രോഗത്തിന് മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. 2009 റനിത കുമ്പനാട് ഫെലോഷിപ്പ് മിഷൻ ഹോസ്പിറ്റലിൻ്റെ മൊബൈൽ പാലിയേറ്റീവ് കെയറിൽ രജിസ്റ്റർ ചെയ്യുന്നത്.
അതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 1997 റിനിതയ്ക്ക് ഈ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന അസുഖം ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1997 ആദ്യമായിട്ട് നടക്കുമ്പോൾ ഒരു സൈഡിൽ ഇടതുവശത്തേക്ക് വേച്ച് പോവുക, പിന്നെ കാഴ്ചയ്ക്ക് വ്യക്തതയില്ലാതാവുക, ഇതൊക്കെയായിരുന്നു തുടങ്ങിയ സിംറ്റംസ്. സാധാരണ ഇങ്ങനെയുള്ള അസുഖത്തിന്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിന് ഏതെങ്കിലും ഒരു സൈഡാണ് കൂടുതൽ അഫക്റ്റ് ചെയ്യാറുള്ളത്. കൂടുതൽ കോമൺ ആയിട്ട് കാണുന്നതും സ്ത്രീകളിലാണ്. മിക്കവാറും 20-നും 40-നും ഇടയ്ക്ക് പ്രായമുള്ളവർക്കാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതും സ്ത്രീകളിൽ കൂടുതലാണ്. പുരുഷന്മാരെക്കാളും ഒരു 3 ഇരട്ടി സാധ്യത കൂടുതൽ സ്ത്രീകളിലാണ്. പാരമ്പര്യമായ ഒരു ഘടകം ഇതിനകത്ത്, ജനറ്റിക് റീസൺ ഇതിനകത്തൊരു ഘടകമാണ്. എന്നാലും 98 ആയപ്പോഴത്തേക്ക് കാഴ്ചശക്തി കാര്യമായി കുറയാൻ തുടങ്ങി, ശബ്ദം വ്യക്തമല്ലാതാകാൻ തുടങ്ങി. സാധാരണ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് വളരെ ടിപ്പിക്കൽ സിംറ്റമാണിത്. സാധാരണ ഫെറ്റീഗ് അല്ലെങ്കിൽ തളർച്ച, ശരീരവേദന, കാഴ്ചയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഈ ചലനങ്ങൾ ഏകോപിപ്പിക്കാൻ ഉള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് സാധാരണ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിൻ്റെ സിംറ്റംസ്. പിന്നെ ഇത് കണ്ടുപിടിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഏതെങ്കിലും ഒരു പ്രത്യേക ടെസ്റ്റ് ചെയ്താൽ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ നമുക്കുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ MRI സ്കാന്, അതല്ലെങ്കിൽ സ്പൈനൽ കനാലിൽ നിന്ന് ഫ്ലൂയിഡ് എടുത്ത് പരിശോധിക്കുക, ഇതൊക്കെയാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഡയഗ്നോസ് ചെയ്യാൻ ഇപ്പോഴുള്ള മാർഗ്ഗങ്ങൾ. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ തലച്ചോറിൽ നിന്നും അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ നിന്നും തുടങ്ങുന്ന ഞരമ്പുകൾക്കുണ്ടാകുന്ന കേടുപാട് കൊണ്ടുണ്ടാകുന്നതാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. സാധാരണ ഇലക്ട്രിക് വയറിലുള്ള ഇൻസുലേഷൻ പോലെ ഈ ഞരമ്പുകൾക്കെല്ലാം ഒരു കവറിങ് ഉണ്ട്. അതിൻ്റെ ഇടഭാഗത്ത് ഇങ്ങനെ ഉണ്ടാകുന്ന ഡാമേജ് കൊണ്ടാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഉണ്ടാകാൻ കാരണം. പിന്നെ ഇതിന് ചികിത്സ എന്ന് പറഞ്ഞാൽ ഈ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാൻ എന്തായാലും പറ്റില്ല. ഒരു ക്യൂർ എന്ന് പറയുന്നത് ഒരു വിധത്തിലും ഉണ്ടാവില്ല. അസുഖം മൂർച്ഛിക്കുന്നത് തടയാൻ വേണ്ടി മാത്രം കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഒരു പരിധിവരെ ഫിസിയോതെറാപ്പി, പിന്നെയുള്ളത് ഇത് കോർട്ടിക്കോ സ്റ്റീറോയിഡ്സ് എന്ന് പറയും, സ്റ്റീറോയിഡ്സ് കൊടുക്കുക, ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന അപൂർവ രോഗം ബാധിച്ചപ്പോഴും ഉദരത്തിൽ വളരുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനു വേണ്ടിയായിരുന്നു അവരുടെ പ്രാർത്ഥനകൾ മുഴുവൻ. തിരുവല്ല മിണ്ടാമഠത്തിലെ സിസ്റ്റേഴ്സിൻ്റെ പ്രാർത്ഥനയാണ് ആ കാലങ്ങളിൽ വലിയ ആശ്വാസം പകർന്നത്. ഇരട്ടക്കുഞ്ഞുങ്ങൾ ആയതിനു ശേഷം ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോ എനിക്ക് ഈ കുഞ്ഞുങ്ങളെ വളർത്തുവാനൊന്നും അറിഞ്ഞുകൂടാ, അവർക്ക് വേണ്ടതായ ഉപദേശങ്ങളൊന്നും കൊടുക്കുവാൻ എനിക്ക് അറിഞ്ഞുകൂടാ, അവിടുന്ന് ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊള്ളണമേ എന്ന് ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഈ മക്കളെ ഈശോ തന്നെയാണ് വളർത്തിയത്. ലിതിയാമോളുണ്ടാകുന്ന സമയത്ത് സത്യത്തിൽ മിണ്ടാമഠത്തിലെ സിസ്റ്റേഴ്സിൻ്റെ പ്രാർത്ഥനയാണ്, ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവൾക്ക് പൂർണ്ണ ആരോഗ്യം നൽകുകയും ലഭിക്കുകയും യാതൊരു കുഴപ്പവും കൂടാതെ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. ആ കുഞ്ഞിന് വേണ്ടതായ എല്ലാ കൃപയും ദൈവം തമ്പുരാൻ കൊടുത്തു. കാരണം ആ സമയത്ത് റെനിത ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതൊരു ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷമമേറിയ ഒരു കാലഘട്ടമായിരുന്നു. തീർത്തും കിടപ്പിലായിട്ട് 12 വർഷമാകുന്നു. ഇപ്പോൾ സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. ഈ കാലഘട്ടത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും റെനിതയുടെ മുഖത്ത് സങ്കടത്തിൻ്റെയോ നിരാശയുടെയോ നിഴൽ പോലും ആരും കണ്ടിട്ടില്ല. ഇതാ ദൈവത്തിൻ്റെ ദാസി എന്ന് പറഞ്ഞ് രോഗത്തിൻ്റെ ക്ലേശങ്ങൾ മുഴുവൻ ഇവർ സ്വീകരിക്കുകയായിരുന്നു. അമ്മ രോഗശയ്യയിലാണ് കിടക്കുന്നത് എന്നുള്ള ചിന്ത വരുമ്പോഴെല്ലാം അത് ഈശോയുടെ കൂടെയാണെന്നുള്ള ഉറച്ച ബോധത്തിലാണ്. കാരണം അമ്മ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, കർത്താവ് തന്നു കർത്താവ് എടുത്തു. ഒരിക്കൽ പോലും പരാതികളില്ലാത്ത ഒരു ജീവിതമാണ് അമ്മ ആ രോഗക്കിടക്കയിൽ നടത്തിയിട്ടുള്ളത്. ഇന്നും അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പരിശുദ്ധ അമ്മയുടെ അതേ മറുപടി, ജോബ് കൊടുത്ത അതേ മറുപടിയാണ് അമ്മ എപ്പോഴും പറയാറുള്ളത്.
അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അച്ചായുടെ ഒറ്റ വ്യക്തിത്വം കൊണ്ട് മാത്രമാണ്. അച്ചയാണ് അമ്മയ്ക്ക് താങ്ങും തടലുമായിട്ട് കൂടെയുള്ളത്. ജീവിക്കുന്ന വിശുദ്ധരെന്ന് എല്ലാവരും മുദ്ര കുത്തുന്നത് പല പ്രാവശ്യം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ശരിക്കും ജീവിക്കുന്ന അൾത്താരകളായി, ജീവിക്കുന്ന വിശുദ്ധരായി ഞങ്ങൾക്ക് മുമ്പിൽ നിറസാന്നിധ്യമായിരിക്കുന്നവരാണ് അച്ഛയും അമ്മയും. ഈ മകളെ കാണുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു അനുഭവം, ഈ സഹനത്തിൽ ഒരു പുഞ്ചിരിയോടുകൂടി തന്നെ കാണാൻ വരുന്നവരെയൊക്കെ സ്വീകരിക്കാൻ കഴിയുന്നു എന്നുള്ളത്. ഞാനിവിടെ ഏറ്റവും അടുത്ത് വന്നത് ഒരുപക്ഷെ ഒരു 1.5 മാസം മുമ്പാവും. അന്നുവരെയും ആ ഒരു അനുഭവം, എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്, ഏറ്റവും റെയറായിട്ടുള്ള ഒരു രോഗമാണ് കൊച്ചുമോളെ ബാധിച്ചിരിക്കുന്നത്. അത് ഈ കുടുംബത്തിൻ്റെ, പ്രത്യേകിച്ച് സജിയുടെ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കരുണയുടെയും ക്ഷമയുടെയും എല്ലാം ആകത്തുക മൂലമാണ് ഈ കൊച്ചുമോള് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയായിരിക്കില്ല. കുടുംബത്തിലെ ഏതു കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോഴും സജി പ്രാധാന്യം നൽകിയിരുന്നത് റെനിതയുടെ അഭിപ്രായങ്ങൾക്കാണ്. രോഗിയാണെന്ന തോന്നൽ പോലും വിസ്മരിക്കും വിധം വീട്ടിലെ ഓരോ കാര്യങ്ങളും റെനിതയോട് ചർച്ച ചെയ്ത് മുന്നോട്ടു പോകുന്നത് സജിയുടെ ഒരു നല്ല ശീലമായിരുന്നു. അവൻ ചെയ്തത് തൻ്റെ ഭാര്യ കിടപ്പിലാവും തോറും ഓരോ ദിവസങ്ങൾ, പല മാസങ്ങൾ കഴിയും തോറും വഷളായിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യങ്ങളിലൊക്കെ അവളെ ഒരു കിടപ്പ് രോഗിയായി ഒരു മൂലയ്ക്ക് ഒതുക്കി നിർത്താതെ തൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ആവശ്യങ്ങൾ എന്ത് വന്നാലും, ഉദാഹരണത്തിന് ഒരു പ്രോഗ്രസ് കാർഡ് കിട്ടി, അപ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായം വേണം. സജി നേരെ അയക്കുന്നത് അമ്മയുടെ അടുക്കലാണ്. അമ്മയെ പോയി അമ്മയോട് പോയി മമ്മിയോട് സംസാരിച്ചിട്ട് റിപ്പോർട്ടെല്ലാം കാണിക്കാൻ പറയും. അപ്പോൾ പ്രോഗ്രസ് കാർഡ് കൊണ്ട് കാണിക്കുമ്പോൾ അമ്മ അഭിപ്രായം പറയും, എന്താ മോനെ അതിന് കുറഞ്ഞു പോയത്, ഇങ്ങനെ പോരാ, പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ പിള്ളേർ വളരെ ഗൗരവത്തോടുകൂടി സ്വീകരിക്കുകയും, അല്ലെങ്കിൽ ഒരു ടൂറോ മറ്റെന്തെങ്കിലും പ്രോഗ്രാമോ ഉണ്ടെങ്കിൽ സജി അല്ല അഭിപ്രായം പറയണേ, മമ്മിയുടെ അടുക്കലേക്ക് പറഞ്ഞു വിടും. അവിടെ ചെന്നിട്ട് അല്ലെ പോകണ്ട എന്ന് പറയുന്ന അവളുടെ വാക്കാണ് ഫൈനൽ. കിടക്കയിൽ കിടന്നുകൊണ്ടും തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാവുന്ന എല്ലാ വിധമായ എന്താ പറയുക സ്ഥാനങ്ങൾ, തൻ്റെ അവകാശപ്പെട്ട സ്ഥാനങ്ങൾ ഒരിക്കലും നിഷേധിക്കാതെ, അത് എനിക്ക് തോന്നുന്നത് അത് ഹൃദയത്തിൽ നിന്ന് ചെയ്യുന്നതാണ്. കാരണം ഞാനത് കാണുന്നത്, ഇതെല്ലാം ചെയ്യുമ്പോഴും അവന് വളരെ ആത്മാർത്ഥമായിട്ട് അത് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. സജിയുടെ ഒരു ദിവസം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും റെനിതയുടെ മെത്തക്കരികിലാണ്. ഇരുവരും ഒന്നിച്ച് ജപമാല ചൊല്ലിക്കൊണ്ട് ആരംഭിച്ചിരുന്ന പ്രഭാതങ്ങൾ. പക്ഷേ ഇന്ന് റെനിത മനസ്സുകൊണ്ട് മാത്രം സജിയുടെ പ്രാർത്ഥനകളെ പിൻചെല്ലുകയാണ്. വെളുപ്പിന് 4 മണിക്ക് എണ്ണിക്കും, 4:30 വരെ നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കും. ആദ്യകാലങ്ങളിൽ റെനിതയും ഞാൻ ഒരുമിച്ചിരുന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ മറുപടി പറയാൻ സാധിക്കാത്തതുകൊണ്ട് നിശബ്ദമായിരിക്കുന്നു. അങ്ങനെ ജപമാലയും വ്യക്തിപരമായ പ്രാർത്ഥനയെല്ലാം ശേഷം 4:30 ഞാൻ കിച്ചണിലേക്ക് പ്രവേശിക്കും. ചായ ഉണ്ടാക്കും, പിള്ളേർക്ക് ഭക്ഷണത്തിനുള്ള ചോറ് ചൂടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു 5:30 അടുക്കളയിൽ നിന്ന് പ്രവേശിച്ച് പുള്ളിക്കാരത്തെ ശുശ്രൂഷിക്കുക, പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യുന്നതിനായിട്ട് രാവിലെ ടോയ്ലറ്റിൽ കൊണ്ടുപോകണം. നന്നായി കുളിപ്പിച്ച് ഡയപ്പർ കെട്ടിച്ച് കിടത്തി ഒരു 6:15 ആകുമ്പോൾ വീട്ടിലെ ശുശ്രൂഷകൾ കഴിയും. പിന്നെ എല്ലാ വീട്ടിൽ പ്രഭാത പ്രാർത്ഥന മുടങ്ങാറില്ല, മുടക്കാനൊക്കത്തില്ല, അത് നിർബന്ധമാണ്.
മിണ്ടാമടത്തിൽ പോകാൻ സമയം കിട്ടുന്നതനുസരിച്ച് 6:20 ആകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്നിറങ്ങും. മിണ്ടാമടത്തിൽ പോയി കുർബാന അർപ്പിക്കും. ഞായറാഴ്ച ദിവസങ്ങളിൽ എൻ്റെ ഇടവക പള്ളിയിലെ കുർബാനയ്ക്ക് പോവുകയുള്ളൂ. എൻ്റെ ഇടവകയായ സെൻറ്റ് ജോൺസ് കത്തീഡ്രൽ അവിടെ ഗായക സംഘം ലീഡ് ചെയ്യുകയും ചെയ്യും. മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ സജി തൻ്റെ പ്രിയപ്പെട്ടവളെ ശുശ്രൂഷിക്കുകയാണ്. ഇത് തൻ്റെ ദൈവനിയോഗമാണെന്നും സജി ഉറച്ചു വിശ്വസിക്കുന്നു. തനിക്ക് സാധിക്കുന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ റനിതയെ ശുശ്രൂഷിക്കുവാൻ സജി ശ്രദ്ധിക്കുന്നുമുണ്ട്. റനിതയുടെ അസുഖം അറിഞ്ഞ അന്ന് മുതൽ എല്ലാ മാസവും സ്റ്റീറോയിഡ് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്നുണ്ട്. കാര്യമായ വ്യത്യാസം കണ്ടു തുടങ്ങിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, കാരണം കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ മൾട്ടിപ്പിൾ സ്ക്ലിയറോസിസ് ആയിട്ട് കിടക്കുന്ന റനിതയ്ക്ക് കിട്ടിയിരുന്ന പരിചരണവും സ്നേഹവും വളരെ 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 കൂടുതലാണെന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. കാരണം 20 വർഷമായിട്ട് ബെഡ് റിഡനായിട്ട് കിടക്കുന്ന ഒരു പേഷ്യൻറ്റിന് ഒരു ബെഡ് സോർ പോലും കണ്ടെത്താൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ സ്നേഹവും പരിചരണത്തിൻ്റെയും വ്യാപ്തിയാണത് കാണിക്കുന്നത്. ചെറുപ്പത്തിൽ ക്രിക്കറ്റിനോട് വലിയ കമ്പമുണ്ടായിരുന്ന ആളാണ് സജി. അങ്ങനെയാണ് വീടിനോട് ചേർന്ന് സ്പോർട്സ് ഗുഡ്സ് വിൽപ്പന നടത്തുന്ന ഷോറൂം തുടങ്ങിയത്. 31 വർഷം നടത്തിയ ഷോറൂം ഇപ്പോൾ മറ്റൊരാളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ക്രിക്കറ്റ് അഭിനിവേശത്തിനു ശേഷം പിന്നീടെപ്പോഴോ സംഗീതത്തോട് ഒരടുപ്പം തോന്നി. ഓർഗൻ വായിക്കാൻ പഠിച്ചതും ഇടവക ദേവാലയത്തിൽ ക്വയർ തുടങ്ങിയതുമെല്ലാം ദൈവനിയോഗമായി കാണുകയാണ് സജി. സ്പോർട്സിനോടൊപ്പം എനിക്ക് മറ്റൊരു ബലഹീനത കൂടി ഉണ്ടായിരുന്നു, ഈ സിനിമ കാണുക എന്നുള്ള. അപ്പോൾ ധ്യാനം കൂടിയതിന് ശേഷം മിക്കവാറും ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ സിനിമയ്ക്ക് പോകുമായിരുന്നു. അപ്പം ധ്യാനം കൂടിയതിന് ശേഷം എനിക്കതിൽ നിന്ന് പിന്മാറണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ ചങ്ങനാശ്ശേരി സന്ദേശ് കമ്മ്യൂണിക്കേഷൻസിൽ ബഹുമാനപ്പെട്ട തൈക്കേട്ടശ്ശേരി അച്ഛൻ്റെ അടുക്കൽ കീബോർഡ് പഠിക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെയാണ് അതിലേക്കൊരു താല്പര്യം ഉണ്ടായത്. അങ്ങനെ കീബോർഡിൻ്റെ ആദ്യ എക്സ്പേർട്ടൊന്നും ആയില്ലെങ്കിലും ആദ്യത്തെ പ്രഥമ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം വീട്ടിൽ തന്നെ ഒരു കീബോർഡ് വാങ്ങിച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്തു. തുടർന്ന് ദേവാലയത്തിൽ ഒരു കൊയർ തുടങ്ങണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. 2000 മാർച്ച് 25-ന് ഒരു കൊയർ ഞങ്ങളുടെ ഇടവകയിൽ രൂപീകരിക്കുവാൻ സാധിച്ചു. അന്നത്തെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട ഏബ്രഹാം കാടമലയച്ഛനോട് അതിന് ഒത്തിരി നന്ദി പറയണം. ഇപ്പോൾ 17 വർഷത്തോളമായി ഈ ഗാന ശുശ്രൂഷ ആരംഭിച്ചിട്ട്. ഈ 17 വർഷത്തിനിടയിൽ അനേക ദേവാലയങ്ങളിൽ, മിക്കവാറും കേരളത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലെല്ലാം മലങ്കര കുർബാനയിൽ ഗാനശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ പിതാക്കന്മാരുടെയും ഗാനശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഗാനശുശ്രൂഷയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശുശ്രൂഷയായിട്ട് തന്നെയാണ് ഞങ്ങളതിനെ കാണുന്നത്. ഞങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ഇടവകയ്ക്ക് വേണ്ടിയിട്ടും രൂപതയ്ക്ക് വേണ്ടിയിട്ടും സഭയ്ക്ക് വേണ്ടിയിട്ടും പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ പൂർണ്ണ സമർപ്പണത്തോടു കൂടി ആണ് ഞങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് കടക്കുന്നത്. പരിശുദ്ധ അമ്മയെ പോലെയുള്ള അമ്മമാരും വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പോലെയുള്ള പിതാക്കന്മാരുമുണ്ടായാൽ ഉണ്ണീശോയെ പോലെയുള്ള മക്കളുണ്ടാകുമെന്ന് തങ്ങളുടെ വിശുദ്ധ ജീവിതം കൊണ്ട് തെളിയിക്കുന്ന മാതാപിതാക്കളെയാണ് ഇന്ന് നാം പരിചയപ്പെടുക. നീണ്ട 20 വർഷങ്ങൾ രോഗശയ്യയിലായിരുന്നു കൊണ്ട് ഒന്നനങ്ങുക പോലും ചെയ്യാൻ സാധ്യമല്ലാത്ത രീതിയിൽ കിടക്കുന്ന ഈ അമ്മയ്ക്ക് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. തങ്ങളുടെ മൂത്ത മകളെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോളം ഔദാര്യമുള്ളവരായി തീർന്ന ഈ മാതാപിതാക്കൾ ഈ ലോകത്തിന് വലിയൊരു മാതൃകയാണ്, സഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്, ഇന്നത്തെ തലമുറയ്ക്ക് മാതൃകയും മാർഗദർശനവുമാണ്. തൻ്റെ ദൈവവിളിയെക്കുറിച്ച് സിസ്റ്റർ ഹൃദയ സാക്ഷിക്കുന്നത് ഇപ്രകാരമാണ്:
ശയ്യാവലംബിയായ തൻ്റെ അമ്മയെ ശുശ്രൂഷിക്കുവാനുള്ള ഉത്തരവാദിത്വം, അതുപോലെ സഹോദരങ്ങളെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം തനിക്കുണ്ട് എന്ന് പൂർണ്ണ ബോധ്യമുള്ള സിസ്റ്റർ തൻ്റെ ദൈവവിളിയെക്കുറിച്ച് പറയുന്നു. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് എൻ്റെ മാതാപിതാക്കൾ പരസ്പരം കൈകൾ കോർത്ത് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ദൈവവിളിക്കായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. അതുതന്നെയാണ് സന്യാസ ദൈവവിളിയിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തിയതും എനിക്ക് പ്രോത്സാഹനം തന്നതും എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ്. ഒരിക്കലും പിന്തിരിഞ്ഞു നോക്കുവാൻ എനിക്ക് ഇടയായിട്ടില്ല. സിസ്റ്റർ ഹൃദയെ പോലെ മക്കൾക്ക് രണ്ടുപേർക്കും പറയുവാനുള്ള, ലൈജുവിനും ലിഡിയായ്ക്കും പറയുവാനുള്ളതും ഇതുതന്നെയാണ് എന്നെനിക്കറിയാം. നിത്യം വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന സജിക്ക് ആ ശീലം ലഭിച്ചത് തൻ്റെ പിതാവിൽ നിന്നാണ്. വിശുദ്ധ കുർബാനയുടെ ശക്തി അനുഭവിച്ചറിഞ്ഞ സജി എല്ലാ മാസവും നിശ്ചിത ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട വൈദികനെ വീട്ടിൽ കൊണ്ടുവന്ന് റെനിതയ്ക്ക് ഈശോയെ നൽകാറുണ്ട്. പതിവിൽ കവിഞ്ഞ ശാരീരിക അവശതയുള്ള സമയങ്ങളിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് റെനിതയെ ഏറെ ഉന്മേഷവതിയാക്കാറുണ്ടെന്നതും ഇവരുടെ അനുഭവമാണ്. എൻ്റെ അമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. അമ്മയുടെ രോഗാവസ്ഥ കൂടുന്നതായ വേളകളിലൊക്കെ എത്ര മരുന്നുകൾ എടുത്തെന്ന് പറഞ്ഞാലും, എത്ര മെഡിസിൻസ് എടുത്തെന്ന് പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ്, അമ്മയെ എപ്പോഴും സൗഖ്യമാക്കുന്നത് അച്ഛ പറയുന്നത് ഒരു വാക്യത്തിലൂടെയാണ്. ഡാ മോനെ, എത്രയും പെട്ടെന്ന് പോയി നമ്മുടെ വികാരിയച്ഛനെ വിളിച്ചുകൊണ്ട് വാ, അമ്മയ്ക്ക് കുർബാന കൊടുക്കണം, അമ്മയ്ക്ക് ഒട്ടും വയ്യ. തീർച്ചയായും അമ്മ എന്നൊക്കെ ആ കുർബാന സ്വീകരിച്ചിട്ടുണ്ടോ, വിശുദ്ധ കുർബാന ഈശോയെ രോഗശയ്യയിൽ കിടന്ന് സ്വീകരിച്ചിട്ടുണ്ടോ, തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ, തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അമ്മ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ഇത് ചുമ്മാ പറയുന്നതല്ല, ഇതെൻ്റെ അനുഭവ സാക്ഷ്യമാണ്. റെനിതയുടെ മുറി തന്നെയാണ് ഇവരുടെ പ്രാർത്ഥനാ മുറിയും. ഈ മെത്തയ്ക്ക് ചുറ്റുമിരുന്നാണ് ഇവരുടെ കുടുംബ പ്രാർത്ഥന. അമ്മയാണ് കുടുംബത്തിൻ്റെ അൾത്താരയെന്ന് ഇവർ വിശ്വസിക്കുന്നു. ഇത് ഒരപൂർവ രോഗത്തിൻ്റെ കഥയല്ല, ഒരപൂർവ സ്നേഹത്തിൻ്റെ അനുഭൂതിയാണ്. പാടവരമ്പത്തെ ഒറ്റമരത്തണൽ പോലെ സ്നേഹവും പ്രാർത്ഥനയും പരിചരണവുമായി തൻ്റെ പ്രിയപ്പെട്ടവളെ പൊതിഞ്ഞു നിൽക്കുന്ന ഈ മണവാളൻ ഇന്നത്തെ യുവദമ്പതിമാർക്ക് സ്വപ്നം കാണാൻ പോലുമാകാത്ത നിഷ്കളങ്ക സ്നേഹത്തിൻ്റെ മാസ്മരിക മാതൃകയാകുന്നുണ്ട്. പരിധിയില്ലാ സുഖങ്ങളുടെ നിരന്തരാസ്വാദനത്തിനുള്ള അനുമതിയല്ല വിവാഹം. സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും സ്വയം സമർപ്പണം ചെയ്യുന്നവർക്ക് മാത്രം മരണം വരെ തുടരാനാകുന്ന തപസ്യയാണ് ദാമ്പത്യമെന്ന് യൗസേപ്പിൻ്റെ വഴിയെ നടക്കുന്ന സജിച്ചായൻ പറയാതെ പറയുന്നുണ്ട്.